നമസ്കാരം. ജനപക്ഷം പാർട്ടിയിൽ പൊട്ടിത്തെറി. ജനപക്ഷം കോട്ടയം ജില്ലാ പ്രസിഡന്റും യുവജനപക്ഷം ജില്ലാ പ്രസിഡന്റും പാർട്ടിയിൽ നിന്നും രാജിവെച്ചതോടെ കൂടുതൽ പേർ പാർട്ടി വിടാനൊരുങ്ങുകയാണ്. പാർട്ടി വിടുന്നവരെ ഒപ്പം കൂട്ടുവാൻ ഇടതു വലത് മുന്നണികൾ സജീവമായി നീക്കവും ആരംഭിച്ചു. കൂടുതൽ പേർ രാജിവെക്കുമെന്ന് അറിയിച്ചതോടെ ജനപക്ഷം ചെയർമാൻ PC ജോർജ് MLA-യുടെ ഈരാറ്റുപേട്ടയിലെ വസതിയിൽ ഇന്ന് അടിയന്തര സംസ്ഥാന കമ്മിറ്റി യോഗവും PC ജോർജ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജനപക്ഷം കോട്ടയം ജില്ലാ പ്രസിഡന്റും കാഞ്ഞിരപ്പള്ളി സ്വദേശിയും PC ജോർജിന്റെ വിശ്വസ്തനുമായിരുന്ന ആന്റണി മാർട്ടിൻ, യുവജനപക്ഷം ജില്ലാ പ്രസിഡന്റും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് അംഗവുമായ റിജു വാളന്തറയുമാണ് ഇന്നലെ പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. NDA മുന്നണിയുമായി സഹകരിക്കാനുള്ള പാർട്ടി തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഇരുവരുടെയും രാജി. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെയാണ് പാർട്ടിയുടെ പ്രവർത്തനമെന്നും ഇത് രണ്ടിൽ നിന്നും വ്യതിചലിച്ച് വർഗീയത പരത്തുന്ന BJP മുന്നണിയെ പിന്തുണയ്ക്കുന്ന പാർട്ടി നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും ആന്റണി മാർട്ടിനും റിജോ വാളന്തറയും പറഞ്ഞു. ഇരുവരും പാർട്ടി വിട്ടതോടെ ഇടതുവലത് മുന്നണികൾ ജനപക്ഷത്തെ പിളർത്താനുള്ള നീക്കം ആരംഭിച്ചു. രണ്ട് മുന്നണികളും ഇരു നേതാക്കളുമായും സംസാരിച്ച് തങ്ങളുടെ മുന്നണിയിൽ ചേരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ കാഞ്ഞിരപ്പള്ളിയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ജനപക്ഷത്തെ പ്രശ്നങ്ങൾ പ്രാദേശിക നേതാക്കളുമായി ചർച്ച നടത്തുകയും ജനപക്ഷം വിട്ടുവരുന്നവരെ CPM-നൊപ്പമോ LDF-ലോ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് CPM കാഞ്ഞിരപ്പള്ളി വാഴൂർ ഏരിയ സെക്രട്ടറിമാർ ഇരു നേതാക്കളുമായി ചർച്ച നടത്തുകയും CPM സഹയാത്രികരായി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ K. ഫ്രാൻസിസ് ജോർജ് ഇന്നലെ ആന്റണി മാർട്ടിന്റെ വീട്ടിലെത്തി സംസാരിക്കുകയും പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആന്റണി മാർട്ടിനും അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് M-ലെ ഒരു MLA-യും ഇരു നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചുവെങ്കിലും ഇരുവരും അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. പാർട്ടിയിൽ നിന്നും കൂടുതൽ പേർ രാജിവെക്കുമെന്ന് അറിഞ്ഞതോടെയാണ് PC ജോർജ് ഇന്ന് ഈരാറ്റുപേട്ടയിലെ വസതിയിൽ അടിയന്തര യോഗം വിളിച്ചത്. യോഗത്തിൽ മുണ്ടക്കയം എരുമേലി മണ്ഡലം പ്രസിഡന്റുമാർ രാജിവെക്കുമെന്ന സൂചനയുമുണ്ട്. ഇവരും NDA-യുമായി സഹകരിക്കുന്നതിനോട് കടുത്ത എതിർപ്പിലാണ്. രാജിവെച്ച ജനപക്ഷം നേതാക്കൾ നാളെ കാഞ്ഞിരപ്പള്ളിയിൽ യോഗം ചേർന്ന് ഭാവി പരിപാടികൾ തീരുമാനിക്കും. കൂടുതൽ പ്രവർത്തകരെ രാജിവെപ്പിക്കാനും ബദൽ സംവിധാനം ഒരുക്കാനുമുള്ള നീക്കത്തിലാണ് രാജിവെച്ച നേതാക്കൾ. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.